ഇന്ന് നമുക്കൊരു വ്ളോഗ് ആക്കിയിട്ടുണ്ടെങ്കിലോ ഈ ഒരു വീഡിയോ കുറേ മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കാനുള്ള ഒരു സമയം കിട്ടിയത്. ഇന്നാണെങ്കിൽ 2 ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഇറങ്ങി. ഇവർ രണ്ടാളെയും കാത്തുത്തിരിക്കാന്ന് കേട്ടോ. ഇവർ രണ്ടാളും ഒരു ഗിഫ്റ്റ് വാങ്ങണം. അങ്ങനെ ഇതാ പേരാമ്പ്ര ബൈപ്പാസിലേക്ക് ഇവർ വന്ന് ഞങ്ങൾ നേരെ പോകുന്നത് അരുൺജിത്തിൻ്റെ വീട്ടിലോട്ടേക്കാണ് കേട്ടോ. ഇന്ന് അവൻ്റെ വീട്ടിൽ അവൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്. ആടി എത്തി ഓനെ കാണുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ എന്താ അടുത്ത പരിപാടി എന്ന് വെച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ താഴെ പോയി ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ആ ഒരു ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കുണ്ട് ഓൻ അവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഓനോട് 2 വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നത്തെ പരിപാടി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണം, അതേപോലത്തെ 2 ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അതിന് മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ആളവിടെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോയി ചങ്ങായിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ്, അതേപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നേരെ ആളെന്ന് ഇറങ്ങാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം പുരയിലെത്തിയിട്ട് ഒരു പുരയെ കൂടുതൽ പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന പോക്കിലുണ്ട് ചേച്ചിനെ കാണുന്നത്. ചേച്ചിനെ പിടിയെ നമ്മൾ ചായക്ക് കുടിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. 30നോട് 2 വർത്താനം പറഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മച്ചി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടിയിട്ട് നേരെ ഞങ്ങൾ പോകാമെന്ന് കേട്ടോ. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പുരയെ കൂടുതലും പോകാമെന്ന് കുട്ടാപ്പേട്ടൻ്റെ അവിടെയാണെങ്കിൽ നല്ല ആൾക്കാരുണ്ടായി കേട്ടോ. അറിയുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞാക്കി പിന്നെ നമുക്ക് നൈസായിട്ടൊരു ഫുഡ് അടിച്ചാലോ നേരിച്ചിട്ടോ. പന്തലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ കാത്തുകുത്തിരുന്ന് പിന്നെ ഇതാ ഒരു പായസം വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ പായസം കൊണ്ട് തന്ന് പിന്നെ അറിയുന്നൊക്കെ ഇങ്ങനെ ചിട്ടിടിച്ച് അവരോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സദ്യയായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ആക്കാൻ വേണ്ടിയിട്ട് ഷാജി പാപ്പനോടൊക്കെ വർത്താനം പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇന്നിതാണേ